ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നോക്കൂ, ഈ സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റ് വളരെ ജനപ്രിയ ബജറ്റായി മാറുന്നതിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ വരുത്തിയിരിക്കുന്ന മാറ്റവും അതുപോലെ തന്നെ ആ ടാക്സ് റിബേറ്റും ഒക്കെയാണ്. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് എന്താണ് ഈ ബജറ്റിനോടുള്ള നിലപാട്? കാരണം വെച്ചാൽ രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അഭിമുഖീകരിച്ചത്. ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ തിരിച്ചറിയുകയും ചെയ്തത്. ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാനോ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മുൻകൈ എടുക്കാനോ ഈ ബജറ്റിൽ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തലുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിക്കില്ല. ഞാൻ ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 2019 അന്ന് 2019 രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, ബഡ്ജറ്റ് പ്രസംഗം, പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലെല്ലാം പറഞ്ഞത് 2025 ഈ രാജ്യത്തെ ഞങ്ങൾ $5 ട്രില്യൺ എത്തിക്കും എന്നാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി $5 ട്രില്യൺ, അത് അവരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു. ഒരുപക്ഷെ 2019 ശേഷം 24 അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു മുൻവിധി അവർക്കുള്ളത് കൊണ്ടായിരിക്കാം ഇത് പ്രഖ്യാപിച്ചത്. എന്തായാലും ഇപ്പോൾ $5 ട്രില്യൺ എന്നുള്ളത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ബാലകൃഷ്ണനും സ്മൃതിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ അമേരിക്കയും അതുപോലെ ദക്ഷിണ കൊറിയയും ഒക്കെ എടുത്ത് താരതമ്യം ചെയ്താൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നൊരു രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ ചൈന, അതുപോലെ വിയറ്റ്നാം അടക്കമുള്ള രാജ്യത്തിൽ 14.5% നികുതി ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം 19% കൊടുക്കുന്നത്. എന്നിട്ട് ഇന്ത്യയേക്കാൾ എത്രയോ വളർച്ചയുടെ കാര്യത്തിൽ മുമ്പിലാണ് ചൈന. നമ്മൾ പഠിക്കണം. ഇന്ന് പല കാര്യത്തിലും, ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ എനർജിയുടെ കാര്യത്തിലായാലും എല്ലാം നമ്മൾ ചൈനയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, ഉപഭോഗം കൂട്ടണം. വളർച്ച രാജ്യത്തിന് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഉൽപ്പാദനം വർദ്ധിക്കണം, ഉപഭോഗം കൂടണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആവശ്യമായ പണം വേണം. ജനങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ എങ്ങനെയാണ് ഉപഭോഗം കൂടുന്നത്? അപ്പോൾ ജനങ്ങൾ കാശ് കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴാണ് ഉപഭോഗം കൂടുന്നത്. പക്ഷേ ഇതിനകത്ത് അത്തരം ഒരു നടപടി ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. നമുക്കറിയാം 2 ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം അവിടെ നിൽക്കട്ടെ. എത്ര കൊടുത്തു എന്ന് ബാലകൃഷ്ണനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്താണ്? PM ഇൻറ്റേൺഷിപ്പ്. 500 ഇന്ത്യയിലെ പ്രബലമായ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് 1,25,00,000 ആളുകൾക്ക് ജോലി കൊടുക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ 10,000 ആളുകൾക്ക് പോലും ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല MSME, നമ്മൾ വികസിത ഭാരതം ഉണ്ടാക്കണമെങ്കിൽ 8% നമ്മുടെ GDP ഗ്രോത്ത് ഉണ്ടാകണം. ആ GDP ഗ്രോത്ത് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചതിൽ 6.7 നിൽക്കുകയാണ്. 8% വരുന്നില്ല. അപ്പോൾ വികസിത ഭാരതത്തിൽ എത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ GDP വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളൊരു മേഖല MSME ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയോ കാലമായി എത്രയോ പരാതികൾ ഉയർത്തുന്നു. അവർക്ക് മൊബൈൽ ബാങ്കിങ് വേണം, അവർക്ക് ബാങ്കുകളിൽ പോകാൻ നേരമില്ല, അവരുടെ GSTയെ സംബന്ധിച്ച്, അവർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സിനെ സംബന്ധിച്ച്, അതുപോലെ എത്ര നിവേദനങ്ങളാണ് MSME കൊടുത്തത്. നമ്മുടെ GDPയുടെ 30% ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന, തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുന്ന MSME ആ മേഖലയിൽ പ്രഖ്യാപനങ്ങളല്ലാതെ പ്രായോഗിക തലത്തിൽ ഒന്നും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരു കാര്യം ഒന്ന് ഇടയ്ക്ക് സൂചിപ്പിച്ചോട്ടെ. ഇപ്പോൾ അല്പം മുമ്പ് ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തോട് ഈ ബജറ്റ് കാണിച്ചിരിക്കുന്ന സമ്പൂർണ്ണമായ അവഗണനയാണ്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന 2 വിഷയങ്ങൾ. ഒന്ന്, ഈ വയനാട് ദുരന്തത്തിനൊരു പാക്കേജ് വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ കൃത്യമായ ഒരു കണക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു, നീതി ആയോഗിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഒന്നും ഈ ബജറ്റിൽ സംഭവിച്ചിട്ടില്ല. മറ്റൊന്ന്, വിഴിഞ്ഞം പദ്ധതി, അത് രാജ്യത്തിന് തന്നെ ഗുണപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കാര്യത്തിലും ഒരു പൈസ പോലും നീക്കിയിരിപ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കുന്നു, അവർക്ക് ഗ്രീൻ എയർപോർട്ടായി, പാട്ന എയർപോർട്ട് വികാസം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ, അതായത്
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400+ കിട്ടുമെന്നുള്ളതായിരുന്നല്ലോ BJPയുടെ ഒരു കണക്കുകൂട്ടലും പ്രഖ്യാപനവും എല്ലാം. പക്ഷേ 400+ കിട്ടിയില്ല, 240 മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അധികാരം നിലനിൽക്കണമെങ്കിൽ 2 കൂട്ടരെ തൃപ്തിപ്പെടുത്തണം. അതിലൊന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയും പിന്നെ ബീഹാറിലെ നമുക്കറിയാം നിതീഷ് കുമാറിനെയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ 2 കൂട്ടർക്കും വാരി കോരി കൊടുത്തു. പക്ഷേ ഇപ്പോൾ ബീഹാറിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്, അതുകൊണ്ട് അവർക്കാണ് ഇത്തവണ വാരി കോരി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും 4 കാര്യത്തിൽ നമുക്കൊരു തരത്തിലും വിയോജിക്കാനാവില്ല. ഒന്ന്, നമ്മുടെ വയനാട് പാക്കേജ്. വയനാടിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടൊരു കാര്യത്തിൽ അദ്ദേഹം അന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, പണം ഒരു പ്രശ്നമേ അല്ല, എത്ര പണം വേണമെങ്കിലും തരാം, നിങ്ങൾ അവരുടെ പുനരധിവാസവും ബാക്കി കാര്യവും നോക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ഈ ബഡ്ജറ്റിനകത്ത് ഒരു നയാ പൈസ വയനാട് പാക്കേജിന് വേണ്ടി മാറ്റിവിട്ടില്ലെന്ന് പറയുന്നത് ഒരു അക്ഷന്തവ്യമായ അപരാധമാണ്, കടുത്ത അവഗണനയാണ്. അത് നമ്പർ 1. രണ്ടാമത്തെ കാര്യം നമുക്കറിയാമല്ലോ, നരഭോജിയായ കടുവ വയനാട്ടിൽ രാധയെ കൊന്നു ഭക്ഷിച്ചു. മാത്രമല്ല കാസർഗോഡിൻ്റെ പല മേഖലകളിലും 4 പുലികൾ ഒരേ സമയം ആളുകൾ കണ്ടു. അവിടെ പട്ടികളെ മുഴുവൻ ഭക്ഷിച്ചു കഴിഞ്ഞു, ആടുകളെ ഭക്ഷിക്കുന്നു, കുരങ്ങ് കൃഷി നശിപ്പിക്കുന്നു, കാട്ടുപന്നി കർണാടകത്തിലെ വനത്തിൽ നിന്നിറങ്ങി കൃഷി നശിപ്പിക്കുന്നു, മയിലുകൾ. അപ്പോൾ പുലി ഒരു ഭാഗത്ത്, കാട്ടുപന്നി ഒരു ഭാഗത്ത്, മയിലുകളും കുരങ്ങും. ഇതിനെ നമുക്ക് സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെച്ചിരുന്നു, അതിന്മേൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് നിരാശാജനകം തന്നെയാണ്.